ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഉള്ള സമയത്താണ് കൊച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അത് തീർച്ചയായും ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഒരു 80% വരുന്ന മനുഷ്യരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നൊരു കാലം. അപ്പോൾ SFIയിലൂടെ രാഷ്ട്രീയ ജീവിതം തുടരുക എന്നൊരു ബോധത്തിൻ്റെ പുറത്താണ് മഹാരാജ് കോളേജ് വരുന്നത്. കുറച്ചും കൂടി വളരുന്നൊരു ഘട്ടത്തിൽ ചിന്തിക്കുകയും സമൂഹത്തെ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു SFIയിൽ അകത്തും അല്ലെങ്കിൽ പാർട്ടിക്കകത്തും തന്നെ ദളിത് സമുദായങ്ങൾക്കുള്ളതൊരു കീഴാളതയാണെന്ന ബോധം എവിടെയൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഞാൻ രാധാകൃഷ്ണൻ ചെങ്ങാട്ട് എന്ന് പറയുന്ന സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് എറണാകുളം പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിലെ അന്തേവാസിയാണ്. രാധാകൃഷ്ണൻ ചെങ്ങാട്ട് മുഖാന്തരം അന്ന് ഒരു വട്ടം ദളിത് മേഖലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വട്ടം വിദ്യാർത്ഥികളെ കാണുന്നു. അവർ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അതൊരു പ്രത്യേക കാലഘട്ടമാണ്. അതായത് തീവ്ര നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു കാലമാണ്. അത് അധസ്ഥിത നവോത്ഥാന മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് സലീംകുമാർ സാറിൻ്റെ നേതൃത്വത്തിലും കൊച്ചൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഒരു ദളിത് ചിന്ത ചർച്ചയാവുകയും അതിൻ്റെ വിജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് കൊച്ചേട്ടൻ ഞങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഏതാണ്ട് പൂർണ്ണമായി SFIയുടെ പ്രവർത്തകരോ നേതാക്കളോ ഒക്കെ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെയാണ് കൊച്ചേട്ടൻ കാണുന്നത് പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ കൊച്ചേട്ടൻ ഒരു ജ്ഞാനാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികളെ കാണുന്നത് എന്ന് കൊച്ചേട്ടൻ ആത്മകഥയിൽ പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ കൊച്ചേട്ടനെ ആയിട്ട് അടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടക്കമുള്ള ആളുകൾ സണ്ണിയം കവിക്കാട് അവിടുത്തെ ആ സമയത്ത് വിദ്യാർത്ഥിയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ നിരവധി ഇന്ന് ഇപ്പോൾ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി MP മനോജ് അടക്കമുള്ള നിരവധി ആൾക്കാർ എന്ന മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരോട് സംവദിക്കുന്ന കൊച്ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് കൊച്ചേട്ടൻ പറഞ്ഞ കാര്യം ഏറ്റവും പ്രധാനമാണ്. അത് അന്ന് ആരും അത് ഏറ്റെടുത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കെ ഇന്നത് ഏറ്റെടുക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറിയതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടിയാണ് കൊച്ചേട്ടന് ഇന്ന് മരണാനന്തരം കിട്ടിയ ഒരു വലിയ ബഹുമതി. അപ്പോൾ കൊച്ചേട്ടൻ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഇന്നും ഒരു ചിന്താ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ ഉള്ളപ്പോൾ തന്നെ ചിന്താ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ചിന്താ പദ്ധതിയാണ് ഇന്നും അന്നും കേരളത്തിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത്. അതായത് EMS എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഒരു മാർക്സിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു അപ്രമാദിത്വം വളരെ വലുതായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ ഒരു വലിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ. മന എന്ന് പറയുന്ന ഏലംകുളം മനയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഒരാളെന്ന നിലയ്ക്ക് അന്നത്തെ ഒരു കീഴാള സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ഒരു ഇടം കിട്ടിയ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ എഴുത്തുകളും EMS നമ്പൂതിരിപ്പാടിൻ്റെ ചിന്താ പദ്ധതികളുമൊക്കെയാണ് മൊത്തത്തിൽ കേരളത്തെ സ്വാധീനിച്ചത്. ഈ സ്വാധീനം എല്ലാവരിലും വലിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സങ്കല്പം ആത്യന്തികമായി ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന ധാരകളെ വൻതോതിൽ മുറിച്ചു കളയുകയാണ് ചെയ്തത്. കൊച്ചേട്ടൻ്റെ പഠനങ്ങളുടെ ഒരു ആഴം ചരിത്രത്തിലേക്ക് പോകുന്നുണ്ട്. കൊച്ചേട്ടൻ പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് തന്നെ ബ്രാഹ്മണ വിരുദ്ധമായ ഒരു ശ്രമണധാര ഉണ്ടായി വരുന്നുണ്ട്. ബ്രാഹ്മണ വിരുദ്ധമായ ധാരയാണ്. പക്ഷേ ഈ ബ്രാഹ്മണ ധാരയും ബ്രാഹ്മണ വിരുദ്ധ ധാരയും തമ്മിലുള്ള സംഘടനകൾ എല്ലാ കാലത്തും ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് ആര്യാവർത്തം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിന്ധു നദീതടമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു വടക്കേ ഇന്ത്യൻ ഒരു കൾച്ചറിനെയാണ് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിന് ദ്രാവിഡ രാജ്യങ്ങളെന്ന് പറയുന്ന തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, അതിൽ കർണാടക, കേരളമൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന ആര്യാവർത്തത്തിലോ അല്ലെങ്കിൽ ആര്യ സംസ്കാരത്തിലോ ഒക്കെ തന്നെ പെടുന്ന ഒരു കൾച്ചറിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുമായിരുന്നില്ല.
അപ്പോൾ ഈ ശ്രമണധാരയുടെ ഒരു വലിയ ഒരു അംശം ശക്തമായി നിലനിന്നത് ഈ തെക്കൻ ഇന്ത്യയുടെ കേരളം പോലുള്ള പ്രദേശത്താണ് അത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ ഈശ്വരേന്ദ്ര വിദ്യാസാഗറും സ്വാമി വിവേകാനന്ദ തുടങ്ങി ബ്രാഹ്മണ മേധാവിത്വത്തിലും ബ്രാഹ്മണ ചിന്തകരുടെ ഭാഗത്തു നിന്നാണ് നവോത്ഥാനം ഉണ്ടായി വന്നതെങ്കിൽ കേരളത്തിൽ ഏറ്റവും കീഴാളമായ അടിത്തട്ടിൽ നിന്നും കീഴാളമായ ഉള്ളടക്കത്തോടെയാണ് നവോത്ഥാനം ഉണ്ടായി വരുന്നത്. ചാന്നാർ ലഹള മുതൽ നോക്കിയാൽ നമുക്കറിയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുമാരനാശാൻ്റെ കവിതകൾ തുടങ്ങിയ വലിയ പ്രത്യേകിച്ച് ഈഴവ കേന്ദ്രീകൃതമായി ബുദ്ധിജീവികളുടെ സി വി കുഞ്ഞിരാമൻ അടക്കമുള്ള വലിയൊരു ബുദ്ധിജീവികളുടെ നിര ഉണ്ടായി വരുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു അംശം തെക്കേ ഇന്ത്യയിലും കേരളത്തിലും ശക്തമായി വന്നിരുന്നു. ഇത് ഒരു ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യുന്ന വളരെ കണ്ണിങ്ങായ ഒരു പരിപാടിയാണ് EMS നമ്പൂതിരിപ്പാട് നടത്തിയതെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഇന്നും ആരും വിശ്വസിച്ചുള്ളൊന്നൊരു നിർബന്ധമില്ല. അതായത് കീഴാളമായി ഉയർന്നു വന്ന ഒരു ജനകീയ ധാരയെ വീണ്ടും ബ്രാഹ്മണിസത്തിൻ്റെ തൊഴുത്തിൽ കെട്ടുന്നതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാഞ്ചയിലയാണ് പറയുന്നത് EMS നമ്പൂതിരിപ്പാടിനെ വിജയിച്ച ബ്രാഹ്മണൻ എന്നാണ്. അത് കാഞ്ചയില വിശദമായി പറയുന്നുണ്ട്. പക്ഷെ അതിനെ കേരളത്തിൻ്റെ ഒരു മനസ്സിലാക്കലിലേക്ക് കൃത്യമായിട്ട് കൊച്ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. പ്രസിദ്ധ സാമൂഹ്യ ചിന്തകനായ കാഞ്ച ഇലയ്യ EMSനെ വിലയിരുത്തുന്നത് വിജയിച്ച ബ്രാഹ്മണനായാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദീർഘകാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനേക്കാൾ തൊഴിലാളി വർഗത്തിനിടയിലും കീഴാള ജാതികൾക്കിടയിലും പാണ്ഡിത്യപരമായ അപ്രമാദിത്വത്തിലൂടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് മൗനം പാലിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അതായത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് മൗനം പാലിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർമ്മിച്ചെടുക്കാൻ EMSന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൊച്ചേട്ടൻ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേ അഭിപ്രായമാണ് ദിലീപൻ മേനോനുള്ളത്. ഇപ്രകാരമുള്ള സാമാന്യ നിരീക്ഷണങ്ങൾക്കപ്പുറം EMSനെ കുറിച്ചുള്ള സൂക്ഷ്മ അന്വേഷണം വ്യക്തമാവുന്നത് ഈഴവ ദലിത് ജനതകളെ അന്യവൽക്കരിച്ചും നമ്പൂതിരി നായർ ജനതകളെ രാഷ്ട്രീയവൽക്കരിച്ചും നമ്പൂതിരി നായർ മേധാവിത്വം സ്ഥാപിച്ചും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പുറന്തള്ളിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ EMSൻ്റെ പ്രത്യയശാസ്ത്ര പരികൽപ്പനകൾ കഴിഞ്ഞുവെന്നാണ്. ഇപ്രകാരം നേട്ടത്തിലാണ് EMS ബ്രാഹ്മണിസത്തിൻ്റെ വിജയമുറപ്പിച്ചത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, EMS ബ്രാഹ്മണിസത്തിൻ്റെ വിജയമുറപ്പിച്ചു എന്ന് പറയുന്നിടത്ത് EMS ചെയ്തത് നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഉണ്ടാവുകയല്ല. ബ്രാഹ്മണിസം എന്ന് പറഞ്ഞ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് കൊച്ചേട്ടൻ പറയുന്നത്. ഒന്ന്, സവർണ്ണ വിഭാഗങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചു. നമുക്കറിയാം EMSൻ്റെ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അതിൽ ഏതാണ്ട് 95% പേരും ഹിന്ദുക്കളാണെന്നുള്ളത്, അല്ലെങ്കിൽ നായർ ഈഴവ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ആ ഒരു മന്ത്രിസഭയിൽ ജയിച്ച് കയറി വന്നവർ. ആകെ 6 പേരാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത്, മുസ്ലിങ്ങൾ ഒരാളോ അങ്ങനെ ആ ആദ്യ മന്ത്രിസഭയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻജിനീയറിങ് വളരെ പ്രധാനമായിട്ട് ഹിന്ദുത്വത്തിനകത്തും സവർണ ഹിന്ദുത്വത്തിനകത്തുമാണ് ഇത് നടത്തിയതെന്ന് കൊച്ചേട്ടൻ ഈ ലേഖനത്തിൽ തുടർന്ന് എഴുതുന്നുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ തുടർന്ന് വന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന് ഭൂപേഷ്കർ നടത്തി, മറ്റൊന്ന് വിദ്യാഭ്യാസ ബില്ല് നടപ്പാക്കി, അങ്ങനെ വിദ്യാഭ്യാസ സാർവത്രികമാക്കി ഭൂമി വിതരണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളെ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി നമ്മളൊക്കെ തന്നെ SFIയിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ അടക്കം പ്രസംഗിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ കൊച്ചേട്ടൻ അപധർമ്മിക്കുന്നുണ്ട്. കൊച്ചേട്ടൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊച്ചേട്ടൻ പറയുന്നത് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൽ ദളിതർ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. 26,000 ഹരിജൻ കോളനി, ഇന്നിപ്പോൾ ദളിത് കോളനിയിൽ നിന്ന് പേര് പറയുമെങ്കിൽ അന്ന് ഹരിജൻ കോളനി ഉണ്ടാക്കി 26,000. അതുപോലെ ആദിവാസി വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ ഭയങ്കരമായിട്ട് ഭൂവുടമസ്ഥരായിരുന്നു. അതായത് വനത്തിലേക്ക് അങ്ങനെ അധികം ആൾക്കാർ കയറി ചെല്ലുന്ന സമയമല്ല. അവർക്ക് ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്ന വിഭാഗത്തെ ഇപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് കൊട്ടമരട്ട്, പുൽപ്പള്ളിയിലുള്ള കൊട്ടമരട്ട് കോളനിയിൽ പോയാൽ അറിയാം, ഏതാണ്ട് 1 ഏക്കറിൽ 100 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അത്രയ്ക്കും ചെറിയ കോളനികൾ ഉണ്ടാക്കി. ഏതാണ്ട് 6,000 ദളിത് പട്ടികവർഗ കോളനികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭൂപരിഷ്കരണം നടപ്പായത്.
പക്ഷേ ഈ ഭൂപരിഷ്കരണം നടപ്പായി ലക്ഷം വീട് കോളനിയിലും 5 സെൻറ്റ് കോളനിയിലും ജീവിച്ച പട്ടികജാതിക്കാരെല്ലാം വിചാരിക്കുന്നു, ദളിതരെല്ലാം വിചാരിക്കുന്നു ഞങ്ങൾക്ക് വിപ്ലവം നടത്തി ഭൂമി ലഭിച്ചു എന്നുള്ളൊരു അതൊരു ഭാവനയാണ്. അതായത് ഭൂമിയിൽ നിന്നും ദളിതർ എക്സ്ക്ലൂഡഡായി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ല് വഴി സർക്കാർ ഉദ്യോഗങ്ങളുടെ പകുതിയോളം വരുന്ന മേഖലയിൽ നിന്നും ദളിതർ എക്സ്ക്ലൂഡഡായി. ഇതിനെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഷ രൂപപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ കൊച്ചേട്ടന് കഴിഞ്ഞു. അതിൽ പ്രധാനമായും നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് EMS നമ്പൂതിരിപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അപ്രമാദിത്വം, അത് ബ്രാഹ്മണാധിപത്യമാണെന്ന് ഇന്നും ആർക്കും മനസ്സിലാക്കാനോ അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി 90കളിലോ അല്ലെങ്കിൽ 80കളുടെ അവസാനമോ ഒക്കെ ഇത് പറയുമ്പോൾ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അതായത് കൊച്ചേട്ടൻ്റെ ആത്മകഥയിലൊക്കെ തന്നെ പറയുന്ന നിതാന്തമായ ദാരിദ്ര്യം അല്ലെങ്കിൽ നിതാന്തമായ അലച്ചിൽ, അതായത് കാലിൽ തീ പിടിച്ച ഒരു മനുഷ്യനായിട്ട് കേരളം മുഴുവൻ നടക്കുന്നുണ്ട്. ആ സമയത്തൊന്നും അദ്ദേഹം ഒരു തരത്തിലും അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ജാതി പറയുന്ന ഒരു മോശപ്പെട്ട ജീവി, അത് സവർണരുടെ ഒരു തരം ഭാവുകത്വത്തിനകത്ത് അംബേദ്കർ എന്നോ അയ്യൻകാളി എന്നൊക്കെ പറയുന്ന ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരുന്ന കാലമാണ് 90കളും 2000 വരെ അതുണ്ടായിരുന്നു. അപ്പോൾ അയ്യങ്കാളി എന്ന് പറയുന്ന ആൾ ഏറ്റവും മോശപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട് അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിലടക്കം ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അയ്യങ്കാളിയെക്കുറിച്ച് അവർ അന്ന് പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളത് കൊച്ചേട്ടൻ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഈ പറയുന്ന ആളുകൾ, അതായത് വെള്ളത്തിൽ പഞ്ചസാര പോലെ രാഷ്ട്രീയത്തിൽ ചേർന്നിരിക്കണം ദളിതരെന്നാണ് ഇപ്പോഴും അവർ വിചാരിക്കുന്നത്. അല്ലാതെ അവർക്കൊരു സാമുദായിക അസ്തിത്വമുണ്ടെന്ന് സമ്മതിക്കില്ല. അതേസമയം തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, പുതിയ മന്ത്രിസഭ, ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിൽ ദളിതരുടെ ഒരു പ്രാതിനിധ്യം പോലുമില്ല. ഏതാണ്ട് ചെറിയൊരു ശതമാനം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ആളുകളാണ് അതിൻ്റെ ഒരു വലിയ പ്രാതിനിധ്യം കൊണ്ട് പോകുന്നത്. പക്ഷേ അതൊരു ജാതി ഉള്ളതുകൊണ്ട് നടക്കുന്ന പ്രക്രിയയാണെങ്കിലും അത് ജാതി ഇല്ലാത്തതുകൊണ്ട് നടക്കുന്ന പ്രക്രിയയാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു ജനതയാണ് ഇന്നും നമുക്ക് ചുറ്റുമുള്ളത്. ഇക്കാര്യമാണ് കൊച്ചേട്ടൻ പ്രശ്നവൽക്കരിക്കുന്നത്. അതായത് ജാതി എങ്ങനെയാണ് അധികാരത്തെ നിർണ്ണയിക്കുന്നത് എന്ന് പറയാനാണ് കൊച്ചേട്ടൻ്റെ ജീവിതം കൊണ്ട് ശ്രമിച്ചത്. അതിൽ കൊച്ചേട്ടന് കൃത്യമായും എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർ BR അംബേദ്കർ ഒരുപാട് ചിന്തകർ അന്നുള്ളപ്പോഴും ഗാന്ധിജിയെയാണ് അദ്ദേഹം ഒരു എതിർസാതല്ല, അത് മുഖ്യമായും വിമർശന വിധേയമാക്കുന്നത് ഗാന്ധിജിയാണ്. അതിന് കാരണം ഗാന്ധിജിയുടെ ചിന്താ പദ്ധതികളാണ് അവിടെ പ്രബലം. ഇന്ത്യയിൽ പ്രബലമായിട്ടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന ഗ്രാമീണ സ്വരാജ് പോലുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ, വേദോപനിഷത്തുകളുടെ പ്രശ്നങ്ങൾ, ഗാന്ധിജി വലുതായി പറഞ്ഞ പല കാര്യങ്ങളെയും അപനിർമ്മിച്ചുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യയിൽ ഒരു ബഹുസ്വര രാഷ്ട്രീയം ഉണ്ടാക്കുന്നത്. എന്ന പോലെ EMS നമ്പൂതിരിപ്പാട് മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആര്യാവർത്തം എന്ന സങ്കല്പമാണ് ഗാന്ധിജി ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത്. ഇതിന് ബദലായി, അല്ലെങ്കിൽ ബദലല്ല, അതിന് തുല്യമായി EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ മുന്നോട്ട് വെച്ചത് മലയാളി എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. മലയാളി എന്താണ് ഈ മലയാളി? അല്ലെങ്കിൽ വള്ളത്തോളും ഉള്ളൂരും ഒക്കെ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന മലയാളി എന്താണ്? ഈ മലയാളി എന്ന് പറയുന്നത്, ഈ മലയാള ഭാഷ എന്ന് പറയുന്നത് ത്രൈവർണികരുടെ ഭാഷ. നിങ്ങൾ മറ്റേ ലീലാതിലൊക്കെ പരിശോധിക്കുന്നവർക്കറിയാം ത്രൈവർണികരുടെ ഭാഷ. ത്രൈവർണികർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയൻ, വൈശ്യൻ വരെ അടങ്ങുന്ന ചാതുർവർണ്ണത്തിലെ മേൽജാതിക്കാരുടെ ലാംഗ്വേജാണ് ഈ ത്രൈവർണികരുടെ ഭാഷ എന്ന് പറയുന്നത്. മലനാട്ട് തമിഴ് എന്ന് പറയുന്ന ഇതിലുള്ള ഈ ശൂദ്രരുടെ ഭാഷ മോശമാണ്. ഈ ഒരു തർക്കം ഏതാണ്ട് 13ാം നൂറ്റാണ്ടും 14ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്, 15ാം നൂറ്റാണ്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഈ തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് മേൽപ്പത്തൂരും അല്ലെ പൂന്താനൊക്കെ രണ്ടുപേരും നമ്പൂരിമാരാണെങ്കിലും മലയാള ഭാഷയും സംസ്കൃതവും തമ്മിലുള്ള വലിയ തർക്കം നടക്കുന്നുണ്ട്. സംസ്കൃതം പണ്ഡിതന്മാരായ നമ്പൂതിരിമാരും മലയാളം അല്ലെങ്കിൽ മണിപ്രവാളത്തിലൊക്കെ പണ്ഡിതന്മാരായ നായന്മാരും തമ്മിലുള്ളൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആര്യ ദ്രാവിഡ സംഗമെന്നോ അല്ലെങ്കിൽ സംസ്കൃത മലയാള സംഗമം എന്നൊക്കെ പറയുന്ന മണിപ്രവാളവും പിന്നീട് ആധുനിക മലയാള ഭാഷ എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ ഭാഷയൊക്കെ രൂപപ്പെടുത്തി എന്ന് പറയും. ഇത് നമ്മൾ തോന്നുന്നത് എല്ലാ മലയാളികളുടെയും ഭാഷയാണ്. പക്ഷേ എല്ലാ മലയാളികളുടെയും ഭാഷയല്ല.
നമ്പൂതിരി മേധാവിത്വത്തിന് മേൽ കുറച്ചെങ്കിലും വിജയം നേടിയ, മേൽക്കൈ നേടിയ നായരുടെയും നമ്പൂതിരിയുടെയും ത്രൈവർണികരും ശൂദ്രരും ചേർന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന മലയാളി സ്വത്വത്തിനകത്തുള്ള മലയാളം എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ഈ പറയുന്ന മുസ്ലിം ജനതയുടെയോ ക്രിസ്ത്യൻ ജനതയുടെയോ ഈഴവരുടെയോ ദളിതരുടെയോ തീരദേശ മനുഷ്യരുടെയോ ഗോത്ര ജനതയുടെയോ ഒന്നും തന്നെ ഭാഷയോ ഭാവനയോ സാഹിത്യമോ ഭാവുകത്വമോ ഒന്നും കടന്നു വരുന്നില്ല. അപ്പോൾ മലയാളി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും സവർണമായ ഒരു കൺസെപ്റ്റാണ്. സവർണമായ എഴുത്തുകളുടെ സംഘാതമാണ് മലയാളി. EMS മുന്നോട്ട് വെച്ച ഈ മാതൃഭാഷാ സങ്കല്പം, EMS മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സങ്കല്പം, EMS മുന്നോട്ട് വെച്ച സാഹിത്യ സങ്കല്പമൊക്കെ തന്നെ തികച്ചും സവർണമായ ഒരു സങ്കല്പമാണ്. ഈ സവർണമായ സങ്കല്പം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊച്ചേട്ടൻ ഭാഷയും ജനതയും എന്ന് പറയുന്ന ലേഖനം എഴുതുന്നത്. ഭാഷ എങ്ങനെയാണ് ഒരു ജനതയെ നിർണ്ണയിക്കുന്നത്? ഈ ഭാഷാ സംസ്ഥാനങ്ങൾ എങ്ങനെ ദളിതർക്ക് അല്ലെങ്കിൽ അസ്പൃശ്യർക്ക് അസ്തിത്വം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സവർണരുടെ സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് മാത്രമാണ് അന്ന് അംബേദ്കർ പറയുന്നത്. അക്കാര്യം എടുത്തുകൊണ്ടാണ് കൊച്ചേട്ടൻ ഇത്തരം ഈ മലയാളി എന്ന് പറയുന്ന സവർണ ഒരു പ്രച്ഛന്നതയെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല അദ്ദേഹം സാഹിത്യത്തിലും ഇത്തരം ഒരു പിളർപ്പുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു മഹാമേരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അപ്രമാദിത്വമുള്ള മനുഷ്യൻ, അദ്ദേഹം ഉണ്ടാക്കി വെച്ച തികച്ചും സവർണമായ രാഷ്ട്രീയത്തെയും സവർണമായ സാഹിത്യ ചിന്തകളെയും സവർണമായ തത്വചിന്തകളെയും ഒക്കെ തന്നെ അപനിർമ്മിക്കുക മാത്രമല്ല, അതിനെ ഒരു കീഴാള ഉള്ളടക്കത്തോടെ ജനകീയമാക്കുന്ന ഒരുപക്ഷെ EMSനെ മറികടന്ന, വിജയിച്ച ബ്രാഹ്മണനായ EMSനെ മറികടന്ന ഒരു ബഹുജന ജ്ഞാനി എന്ന നിലയ്ക്കാണ് കൊച്ചേട്ടനെ നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. കൊച്ചേട്ടൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ഇടപെടലിൽ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹത്തിന് സാഹിത്യവും. അതായത് സാഹിത്യം തന്നെയാണ് പൊതുബോധത്തെ നിർമ്മിക്കുന്നത്, രാഷ്ട്രീയത്തെ നിർമ്മിക്കുന്നത്. അപ്പോൾ EMS മുന്നോട്ട് വെച്ച ഈ മലയാളി എന്ന് പറയുന്ന സാഹിത്യ ലോകം, അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഭാഷാ സ്വത്വം ആത്യന്തികമായി അതൊരു സവർണ സ്വത്വം തന്നെയാണ്. അതിനെ ഈ സവർണ സ്വത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം തുടങ്ങിയ സവർണ ലോകം, അതിനുശേഷം കൊളോണിയൽ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് അച്ചടി വരുന്നു. അച്ചടി വരുമ്പോൾ ഇന്ദുലേഖയെ പോലുള്ള ഒരു നോവൽ അല്ലെങ്കിൽ ഗദ്യ സാഹിത്യം ഉണ്ടായി വരുന്നു. യാത്രാ വിവരണങ്ങൾ പോലുള്ള കൃതികൾ ഉണ്ടാകുന്നു. ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വന്ന സുപ്രധാനമായ കൃതിയും പിന്നീട് കേരളത്തിൽ ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ ഒരു മഹാസംഭവമായിട്ടൊന്നുമല്ല, മറിച്ച് പിന്നീടുണ്ടായ കേരളത്തിലെ സാംസ്കാരികതയെ ഏതാണ്ടൊരു ഏകശിലാരൂപമാക്കുന്നതിന് ഇന്ദുലേഖയെ സാഹിത്യ നിരൂപകർ വലിയ ഒരു സംഭവമാക്കി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് കേരളത്തെ ഗ്രസിച്ചത്, ഈ ഒരു സാഹിത്യ സംസ്കാരം ഗ്രസിച്ചതെന്ന് ഏതാണ്ട് മലയാള സാഹിത്യ വിമർശകരൊക്കെ തന്നെ ഇന്ദുലേഖയെക്കുറിച്ച്, ഇന്ദുലേഖ ചെറിയൊരു നോവലാണെങ്കിൽ ഇന്ദുലേഖയുടെ ഒരു 10-20 ഇരട്ടി വരുന്ന വിമർശന പഠനങ്ങൾ കേരളത്തിലുണ്ടായി. അപ്പോൾ അവിടെയെല്ലാം ഒരു കേരളീയ നവോത്ഥാനമാണ് ഇന്ദുലേഖ, മലയാളിയുടെ പുരോഗതിയാണ് ഇന്ദുലേഖ, മലയാളി വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞ കൃതിയാണ് ഇന്ദുലേഖ എന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ KK കൊച്ച് അതിനെ, അതായത് EMS മുന്നോട്ട് വെച്ച ഈ സാഹിത്യ ലോകത്തെ KK കൊച്ച് അവതരിപ്പിക്കുന്നത് മലയാളി വിദ്യ ആർജിക്കണമെന്ന് എവിടെയാണ് ഇന്ദുലേഖയിൽ പറയുന്നത്? നായന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം എന്ന് പറയുന്ന തികച്ചും നായർ സമുദായ പരിഷ്കരണമാണ് ഇന്ദുലേഖ എന്നാണ് മലയാളി എന്ന് പറയുന്ന EMSൻ്റെ ആ ഒരു സംജ്ഞയെ തിരുത്തുകയാണ് KK കൊച്ച് ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ഒരു പൊതു മലയാളി അല്ല, തികച്ചും പച്ചയായൊരു നായർ മലയാളിയാണ് ഇന്ദുലേഖ തുടങ്ങുന്ന കൃതികളിലുള്ളതെന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരു സവർണരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഇന്ദുലേഖ. അതിൽ ഷേർ അലി ഖാൻ മാധവൻ്റെ മുഴുവൻ മുതലുകളും ട്രെയിനിൽ വെച്ച് കൊള്ള ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞ
ഒരു ഒരു അപരമായി, ദേശീയതയുടെ തന്നെ അപരമായി അല്ലെങ്കിൽ സവർണതയുടെ പേടിയായി ഈ മുസ്ലിമിനെ ആണ് കൊണ്ടുവരുന്നതെന്ന് കൊച്ചേട്ടൻ പറയുമ്പോഴാണ് കേരളത്തിന് അത് മനസ്സിലാവുന്നത്. അത് പക്ഷേ കൊച്ചേട്ടൻ്റെ എഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദുലേഖയിലൊരു അധ്യായമുണ്ട്. അത് ഇങ്ങനെ മാധവൻ പോയി കളഞ്ഞു, മാധവൻ അന്വേഷിച്ചിട്ട് മാധവൻ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് ഇവിടുന്ന് ട്രെയിനിൽ കയറി 2-3 മേനവന്മാർ ചെല്ലുന്നു. അവർ വൈകുന്നേരം കൂടിയിരുന്ന്, അതിൽ പോരാൻ തീരുമാനിച്ച രാവിലെ ട്രെയിനുള്ളൂ, വൈകുന്നേരം കൂടിയിരുന്ന് ചർച്ച നടത്തുന്നൊരു രംഗമാണ്. ഈ ചർച്ച നടത്തുന്ന രംഗത്തെ ഇത് ഏറ്റവും രസമായിട്ട് കൊച്ചേട്ടൻ പറയുന്നത്, ഇന്ത്യയിൽ ജാതിഭേദം ഇല്ലാതാക്കുവാൻ ഒരു സഭ കൂടേണ്ട കാലം ഇനിയും ആയിട്ടില്ല, ഇതിനാണ് സമയമാവാത്തത്. ഇത് ദേശീയ പ്രസ്ഥാനം ജാതി നിർമ്മാർജ്ജനത്തിൻ്റെ സ്ഥാനത്ത് ഹിന്ദു കുടുംബത്തിൻ്റെ പരിഷ്കരണം മുന്നോട്ട് വെച്ചതുകൊണ്ട് ഈ നിഗമനം രൂപം കൊണ്ടാണ് കൊച്ചേട്ടൻ പറയുന്നത്. അതായത് ദേശീയ പ്രസ്ഥാനം വെച്ചാൽ ഹിന്ദു കുടുംബത്തിൻ്റെ പരിഷ്കരണമാണ്. അതുകൊണ്ടാണ് ഈ ജാതി നിർമ്മാർജ്ജനം എന്ന് പറയുന്നതിന് സമയമായിട്ടില്ലെന്ന് ഈ 4 മേനവന്മാർ കൂടി വട്ടം കൂടി സംസാരിക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റും അതുപോലെ അംബേദ്കറുടെ ഇടപെടലുകളും ഗാന്ധി അംബേദ്കർ സംവാദങ്ങൾക്ക് സവർണ കുടുംബങ്ങളിലെ മർമറിങ് ആണത്. ജാതിക്കെതിരെയുള്ള സമരം ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പറയും. അതുപോലെ ശ്രീനാരായണ പ്രസ്ഥാനം അതേ സമയത്താണ് കേരളത്തിൽ ശക്തിപ്പെടുന്നത്. അപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനവും ജാതിക്കെതിരെ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനത്തോടും അംബേദ്കർ പ്രസ്ഥാനത്തോടും കേരളത്തിൽ ഉയർന്നു വന്ന അയ്യങ്കാളി പ്രസ്ഥാനത്തോടൊക്കെ ഉള്ള സവർണ പുരുഷൻ്റെ മനസ്സാണ് അവിടെ ജാതിക്കെതിരെ സംസാരിക്കേണ്ട സമയം ഇപ്പോഴായിട്ടില്ല. ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിദേശീയർക്കെതിരെ സംസാരിക്കണം എന്ന് പറയുന്നു. അത് കൊച്ചേട്ടൻ അത് അവസാനിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇന്ദുലേഖയിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന ദേശരാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര വിവക്ഷകളിൽ അസന്നിഹിതർ നിതാന്തമായി സംഘർഷം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള രാഷ്ട്രീയ പാഠമാണ് ഉരുത്തിരുന്നത്. അതായത് ഈ കൃതിയിൽ അസന്നിഹിതരാണ് ദലിതരും പിന്നാക്കരും അവർണ സമൂഹങ്ങളൊക്കെ. പക്ഷേ ഈ അസന്നിഹിതർ അവിടെ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ് ഈ ഇന്ദുലേഖയുടെ ശപിക്കപ്പെട്ട അധ്യായത്തിലുള്ള ചർച്ചകളിലുള്ളത്. അതായത് ജാതി നിർമ്മാർജ്ജനം പോലുള്ള, ജാതി ഉന്മൂലനം പോലുള്ള അല്ലെങ്കിൽ ജാതി വിരുദ്ധത പോലുള്ള സമരങ്ങളോടുള്ള ഒരു എതിർവാദം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ദുലേഖ എന്ന കൃതി മുന്നോട്ട് വന്നത്. ആ കൃതിയെയാണ് പിന്നീട് ഈ മലയാളി എന്ന് പറയുന്ന ഈ പറയുന്ന മലയാള സമൂഹം ഏറ്റെടുത്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ചന്തുമേനോൻ്റെ തുടർച്ചയിലാണ് MT വാസുദേവൻ നായരുടെ അതുപോലുള്ള കൃതികൾ ഉണ്ടാവുന്നത്. നിങ്ങൾ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമയായ പള്ളിവാളും കാൽച്ചിലമ്പേ എന്നുള്ള MT വാസുദേവൻ നായരുടെ കൃതികൾ നോക്കുക. അതിൽ ദേവി വിഗ്രഹത്തിലേക്ക് ഈ വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പുന്നത് സ്വന്തം വീട്ടിൽ കടം കൊടുത്ത ഒരു മുസൽമാൻ ഭാര്യയെ പ്രാപിച്ചു എന്ന ഘട്ടത്തിലാണ് ഈ കാർക്കിച്ചുത്തുപ്പ് നടത്തുന്നത്. അവിടെയും ഒരു വില്ലൻ റോളിലേക്ക് ഒരു മുസ്ലിം കടന്നു വരുന്നു. ഇങ്ങനെ ആ ഒരു തുടർച്ചയിലാണ് ഈ പറയുന്ന നമ്മുടെ രഞ്ജിത്തിൻ്റെ സിനിമയിലടക്കം ബാപ്പു വാതുക്ക നിന്നാൽ മതി എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവിടെ കോവിലകം പൈസയ്ക്ക് വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ ഇവൻ്റെ വാപ്പായെ പണ്ട് ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ടെന്നൊക്കെ മോഹൻലാൽ ഡയലോഗ് അടിക്കുന്ന തരത്തിലേക്ക് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു സാഹിത്യം വളർന്നു വികസിക്കുന്നതിൻ്റെ തുടക്കം ഇന്ദുലേഖയിലുണ്ടെന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. കൊച്ചേട്ടൻ്റെ സാഹിത്യ ഇടപെടലുകൾ ഏറ്റവും പ്രധാനം സരസ്വതി വിജയത്തെക്കുറിച്ചുള്ള പഠനമാണ്. സരസ്വതി വിജയം പോത്തേരി കുഞ്ചമ്മു എന്ന് പറയുന്ന തലശ്ശേരിയിലെ ഒരു തീയ എഴുത്തുകാരൻ. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. ദളിതർക്ക് വേണ്ടി അന്നേ തന്നെ അയ്യങ്കാളിയുടെ കാലത്ത് തന്നെ മലബാറിൽ കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം എഴുതിയ സരസ്വതി വിജയം, ആ സരസ്വതി വിജയത്തെ വീണ്ടെടുക്കും. CSCs ആ പുസ്തകം CSCC ബുക്സ് പബ്ലിഷ് ചെയ്യുകയും കൊച്ചേൻ്റെ അവതാരി കൂടി വരികയും അത് സിലബസിൽ ഉൾക്കൊണ്ടായിട്ട് വായിച്ചിട്ടുണ്ട്. ആ കൃതിയിലാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു ബഹുജന സാഹിത്യം നിലനിൽക്കുന്നത്. ബഹുജന സാഹിത്യം എന്ന് പറയുന്നത് ദളിതർ വിദ്യാഭ്യാസം ചെയ്യണം, അല്ല അതിനകത്ത് മതസ്വീകരണത്തിലൂടെ മരത്തൻ യേശുദാസനായി മാറുകയും യേശുദാസൻ വിദ്യാഭ്യസിച്ച് അവസാനം ജഡ്ജിയായി
മാറി. ഇപ്പം നമ്മൾ ഈ അടുത്ത അരികിൽ ജഡ്ജിയായി അന്ന് തന്നെ ദളിത് സമുദായത്തിൽ നിന്ന് ഒരു ജഡ്ജിയെ കൊണ്ടുവന്ന കഥ കൂടിയാണ് ഈ പറയുന്നത് സരസ്വതി വിജയം. അപ്പോൾ അവസാനം ഇതിനകത്ത് ചീത്തവിളി കേട്ടൊന്നും അല്ല പറയുന്നത്, ആ നമ്പൂതിരിയെ തന്നെ വിധിക്കുകയും അവസാനം ആരാണ് ഞാൻ എന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളന്ന് കൊല്ലിച്ച മരത്തൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി എന്ന് പറയുന്ന നമ്പൂതിരിയുടെ മകളെ കല്യാണം കഴിക്കുകയൂടി ചെയ്യുന്ന ഒരു കൃതിയാണ് പുത്തരി കുഞ്ഞമ്മൂൻ്റെ സരസ്വതി എന്ന് വിജയം എന്ന നോവൽ. ആ നോവൽ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ സാഹിത്യ നിരൂപണ രംഗം നമുക്കുണ്ട്. അതിനെ പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് കൊച്ചേട്ടൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ രാഷ്ട്രീയവും വായിച്ചെടുത്തുകൊണ്ട് അതിനെ കേരളത്തിൽ തമസ്കരിച്ചതിനെ പുനരവതരിപ്പിച്ചു. ഇപ്പോൾ ദളിത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ദളിത് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തിരുത്തലും വീണ്ടെടുപ്പുമാണ്. നിലവിൽ കെട്ടിപ്പൊക്കി വെച്ച പലതിനെയും അതിനെ സൂക്ഷ്മമായിട്ട് അപനിർമ്മിച്ചുകൊണ്ട് തിരുത്തുകയും അവർ ഒഴിവാക്കിയാൽ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ തള്ളിയ പലതിനെയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കൊച്ചേട്ടൻ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വീണ്ടെടുപ്പ് നടത്തിയത് സരസ്വതി വിജയം എന്ന് പറയുന്ന ഈ കൃതിയുടെ വീണ്ടെടുപ്പാണ്. തീർച്ചയായും ആ കൃതിയിലും ഈ യേശുദാസനെ മർദ്ദിക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന ഒരു സമുദായം നിലയ്ക്ക് മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളും പിന്നാക്ക മനുഷ്യരും ദളിതരും ചേർന്നുകൊണ്ട് ഒരു ബഹുജനധാര സൃഷ്ടിക്കുന്ന ഒരു ഭാഗവും അതാണ് സരസ്വതി വിജയം. എന്നാൽ ഇതിനെ നിതാന്ത ശത്രുതയിൽ കണ്ടുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ EMS അടങ്ങുന്ന ഒരു മലയാളി ധാരയാണ് അപ്പുറം നിൽക്കുന്ന ഇന്ദുലേഖയും. അപ്പോൾ ഇന്ദുലേഖയും സരസ്വതി വിജയം തമ്മിലുള്ള അന്തരമുണ്ട്. ബഹുജന സാഹിത്യവും സവർണ സാഹിത്യവും എന്നാണ് കൊച്ചേട്ടൻ അത് വ്യവച്ഛേദിച്ച് ഈ രണ്ട് കൃതികളുടെ പഠനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദളിത് പക്ഷത്ത് നിന്നുകൊണ്ട് നിലവിലുള്ള സാഹിത്യകൃതികളെ നോക്കിക്കാണുകയും അതിനെ അപനിർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മമായി നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യത്തെ പൊതുവേ എനിക്ക് തോന്നുന്നു ക്ഷേത്രകേന്ദ്രീകൃതമായിട്ടാണ്. ഇപ്പോൾ കവിതയൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. മാമ്പഴം പോലുള്ള ഇടതുപക്ഷക്കാർക്ക് നേർന്നു കൊടുക്കുന്ന കൈരളി ചാനലിൽ വന്ന ഒരു മാമ്പഴം പോലുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വെറുതെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മതി. ഒരു അമ്പലത്തിൻ്റെ സെറ്റിട്ട് ഒരു ഇടക്കയും കൊട്ടി ആണ് കവിത മാമ്പഴം നടത്തിയത്. കവിത അമ്പലത്തിന് മുന്നിൽ നിന്ന് മാത്രമേ കവിത പാടാൻ പറ്റുള്ളൂ. ഇടയ്ക്ക നിർബന്ധമാണ്. അത് സുരനാരുടെയൊക്കെ പാട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരു സവർണ ഭാവുകത്വമാണ് കവിത. കവിതയുടെ ഈണം തന്നെ എല്ലാം ഈ പറയുന്ന രാമായണ മഹാഭാരതം അതിൻ്റെ ഒരു തുടർച്ചയാണ്. അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ക്ഷേത്രകലയായ ഒരു ഈ സോപാന സംഗീതത്തിൻ്റെ വാദ്യത്തിലാണ് കവിത നിലനിന്നത്. ഈ കവിതയിലേക്ക് എങ്ങനെ ശശി മധുരവേലിയുടെ കവിതയ്ക്ക് യശോധര കറുപ്പഴകാണെന്ന് നീ വെറുതെ പറയരുതെന്ന് പറഞ്ഞ കവിത കയറി വരാൻ പറ്റില്ല. അപ്പോൾ ഭാവുകത്വത്തെ പൊളിച്ചെഴുതാതെ ഒരു സാഹിത്യ സൃഷ്ടി, അത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തിലുള്ള സാഹിത്യമാവാം. ഇത് വളരെ രസമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. മുഹമ്മദ് ബഷീർ താങ്കൾ എന്തിനാണ് സാഹിത്യം എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ വൈക്കത്ത് അഷ്ടമിയൊക്കെ കിടക്കുമ്പോൾ ഒരു കച്ചവടം നടത്താൻ വേണ്ടി അവിടെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ കൃതികളൊക്കെ അവിടെ വരും. ഞാനതൊക്കെ വാങ്ങി വായിക്കും. എല്ലാ നോവലിലും എല്ലാ കഥകളിലും മുസൽമാന്മാർ കള്ളന്മാരും കൊല്ലക്കാരും കൊലപാതകികളുമാണ് എല്ലാ കഥകളിലും. അപ്പോൾ എൻ്റെ ബാപ്പയോ എൻ്റെ ഉമ്മയോ എൻ്റെ വീട്ടിലുള്ളവരോ ആരും തന്നെ കൊലപാതകികളോ കള്ളന്മാരൊന്നുമല്ല. എൻ്റെ ആൾക്കാരൊക്കെ എത്രയോ എനിക്കറിയാവുന്ന എല്ലാവരും സാധാരണ മനുഷ്യരും നല്ല ജീവിതം നയിക്കുന്നവരൊക്കെ. അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകളല്ലാത്ത മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്ക് സമൂഹത്തോട് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാൻ കഥകൾ എഴുതാൻ തുടങ്ങിയതെന്ന് ബഷീർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ബഷീർ എഴുതാൻ വേണ്ടി തുടങ്ങുന്നത് സാഹിത്യത്തെ കഥകൾ എഴുതാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ സമുദായത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ സമൂഹത്തോട് പറയാൻ വേണ്ടി കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത്തരം കൃതികളെ ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല തള്ളിക്കളയോ. ജോസ് മുണ്ടശ്ശേരി അത് പറയുന്നുണ്ട്. മുണ്ടശ്ശേരി ഇതാരാണ് ഈ വന്ന് ഫാത്തിമയുടെ ആട് ബാല്യകാലസഭയൊക്കെ പഠിക്കാൻ വെക്കുമ്പോൾ അത് എന്തിനാണ് വെക്കണമെന്ന് ചോദിച്ച സമയത്ത് മുണ്ടശ്ശേരി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ എന്നോട് MN കാരശ്ശേരി അടുത്ത് പറയാം അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതല്ല, മുണ്ടശ്ശേരി എന്ന് പറയുന്നൊരു നിരൂപകനാണ് ഈ പാഠപുസ്തകം തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത്. മുണ്ടശ്ശേരി നിരൂപകനായതുകൊണ്ടാണ് പറ്റുന്നത്. ഇങ്ങനത്തെ ഒരു എന്താണ് പറയുക, ഒരു തികച്ചും സവർണമായ ഒരു സാഹിത്യ ലോകമാണ് നിലനിന്നത്. അതുകൊണ്ട് തന്നെ ശശി മധുരവേലിയോ KK ദാസിനെയോ ചന്താരശ്ശേരിയെയോ തന്നെ ഈ പറയുന്ന TKC വടുതലയെയോ അയ്യപ്പനെ പോലും
ഏറ്റെടുക്കുന്ന ഭാവുകത്വമല്ല 90-കൾ വരെ നിലനിന്നിരുന്നത്. അപ്പോൾ ഇത്തരം സാഹിത്യകൃതികളുടെ സവർണ പക്ഷപാതിത്വങ്ങളെ, അതിൻ്റെ ഭാവുകത്വങ്ങളെ, അതിൻ്റെ തറവാട് കേന്ദ്രീകത്വങ്ങളെ ഒക്കെ തന്നെ പൊളിച്ചെഴുതുന്ന ഒരു സാഹിത്യ ഇടപെടലാണ് കൊച്ചേട്ടൻ നടത്തുന്നത്. കൊച്ചേട്ടൻ അത് ഓരോ കൃതികളെയും, സക്കറിയയുടെ കൃതികൾ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ മൃഗതകഥയോ എന്നുള്ള പറയുന്നൊരു പാഠമുണ്ട്. ഞാൻ അതിനകത്തേക്ക് വരാം. ഏതായാലും ഈ ദളിത് പക്ഷത്ത് നിന്നുകൊണ്ട്, അവഗണിക്കപ്പെട്ട ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മുഖ്യധാര സാഹിത്യം മുഖ്യധാര ആയിരിക്കുമ്പോൾ തന്നെ അത് സവർണമാണ്, അത് പ്രശ്നമേഖലയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രശ്നമാണ് സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വിമർശനത്തിൽ ഇടപെട്ടുകൊണ്ട്, സവിശേഷമായ ഒരു ഭാഷ കൊണ്ട്, ഒരേ സമയം രാഷ്ട്രീയവും സംസ്കാരവും ചേർത്തുകൊണ്ട് സാഹിത്യത്തെ വായിച്ചുകൊണ്ട് കൊച്ചേട്ടൻ സാഹിത്യ വിമർശനത്തിൽ, മലയാള സാഹിത്യ വിമർശനത്തിൽ ചെയ്യുന്നത്. കൊച്ചേട്ടൻ്റെ ജീവിതം തികച്ചും ഇപ്പോൾ സണ്ണിയം കവിക്കാട് സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനാന്വേഷണമാണ്. ഓരോ ഘട്ടത്തിലും എന്തെല്ലാം ഒരു പുതിയ വിജ്ഞാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായികളുടെ ഒരു പിന്തുണയിൽ വലിയൊരു രാഷ്ട്രീയ ശക്തിയായിട്ടൊന്നും, അല്ലെങ്കിൽ അധികാരം കിട്ടുന്ന രാഷ്ട്രീയ ശക്തിയായിട്ടൊന്നും മാറിയില്ല. എന്ന പോലെ കൊച്ചേട്ടനെ ചുറ്റിപ്പറ്റി അങ്ങനത്തെ ഒരു വലിയൊരു ജനസമൂഹമുള്ള രാഷ്ട്രീയധാര ഉണ്ടായോ എന്നറിയില്ല. മറിച്ച് കൊച്ചേട്ടൻ സമൂഹത്തെ, ഇതിനകത്ത് പ്രത്യേകത, അപ്പോൾ കല്ലറസുകുമാരൻ വരെയുള്ള, അല്ലെങ്കിൽ കല്ലറസുകുമാരന് ശേഷമുള്ള പല എഴുത്തുകാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും സമുദായത്തിനകത്ത് സംസാരിച്ചപ്പോൾ കൊച്ചേട്ടൻ സമുദായത്തിനകത്ത് മാത്രമല്ല സമുദായത്തിന് പുറത്തും സംസാരിച്ചു. അതായത് മുഖ്യധാരയോട് സംവദിക്കുന്ന ഒരു ഭാഷ രൂപപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കെ ബാബുരാജും അടക്കമുള്ള പിന്നീട് ഇപ്പോൾ ഉണ്ടായ ഒരുപാട് എഴുത്തുകാരുണ്ട്. നമുക്കറിയാം കൊച്ചേട്ടൻ്റെ മരണാനന്തരം അവിടെ വന്നുകൂടിയ മനുഷ്യരിൽ നേരിൽ തന്നെ ഒരു 100 പേരെങ്കിലും ദളിത് മേഖലയിൽ നിന്ന് എഴുതുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കലാപ്രവർത്തകരോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘത്തെ കൊച്ചേട്ടൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അയ്യങ്കാളി എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണമെന്ന് പറയുന്ന ആ ഒരു കാലത്തെ കടന്നിട്ട് കൊച്ചേട്ടൻ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായി പറയുന്നത് എൻ്റെ സമുദായത്തിൽ നിന്ന് 10 ഇൻ്റലക്ച്വലുകളെ, ബുദ്ധിജീവികളെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു സമൂഹത്തെ മൊത്തമായി മാറ്റാൻ ബുദ്ധിജീവികൾക്കേ കഴിയും. അല്ലെങ്കിൽ അവരുടെ ചിന്ത ആദ്യം അത് ആരും ഏറ്റെടുത്തില്ലെങ്കിലും അതിൻ്റെ പിന്നാലെയാണ് പൊതുസമൂഹം പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ 100 കണക്കിന് ആളുകളെ അക്കാഡമിഷ്യന്മാരും എഴുത്തുകാരും ചിന്തകരുമായി മാറ്റുകയും അവരുമായി നിരന്തരം സംവദിക്കുകയും അവരോട് ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കൊച്ചേട്ടൻ ഒരു ചിന്താ പദ്ധതി ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ തന്നെ ഭൂരിഭാഗം പേരും കൊച്ചേട്ടനെ ഏതെങ്കിലും തരത്തിലൊക്കെ എൻഗേജ് ചെയ്തവരാണ്. അതുകൊണ്ടുകൂടിയാണ് കൊച്ചേട്ടൻ ഒരു ഗൗരവമായി അദ്ദേഹത്തിൻ്റെ മരണാനന്തരമെങ്കിലും പരിഗണിക്കപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു.